കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം, കണ്ടെത്താം എന്നുള്ളതാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്കറിയാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാൻ സാധിക്കുമോ? 3-4 വിഷയങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ദൈവഹിതം അറിയണമെന്ന് കൽപ്പനയുണ്ട്. ഒരു വാക്യം ഞാൻ വായിക്കാം. എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതൊരു കൽപ്പനയാണ്. ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഇത് ഒരു കൽപ്പനയാണ്. ദൈവത്തിൻ്റെ ഹിതം അറിയാൻ സാധിക്കുമായിരുന്നില്ലെങ്കിൽ ഈ കൽപ്പന അപ്രസക്തമാണ്. അങ്ങനെ ഒരു കൽപ്പനയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവഹിതം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല, ദൈവം തൻ്റെ ഹിതം മനുഷ്യനെ അറിയിച്ചതിന് തെളിവുകളുണ്ട്, എവിഡൻസസ് ഉണ്ട്. ദൈവം തൻ്റെ ഹിതം മനുഷ്യനെ അറിയിച്ചു. ഉദാഹരണമായിട്ട് നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ, 12-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും വിടുവിക്കപ്പെട്ടു. പിന്നീട് മരുഭൂമി വഴിയായി ദൈവം അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവർ ഏത് വഴിയായി പോകണം എന്ന് ദൈവത്തിന് നേരത്തെ തന്നെ അവരെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരമാണ് ദൈവം അവരെ കൊണ്ടുപോയത്. എന്നാൽ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ദൈവം നേരത്തെ തന്നെ അവരെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അറിയുമായിരുന്നില്ല നാളത്തെ വഴി എങ്ങോട്ടാണ്, ഏത് ദിശയിലാണ് പോകേണ്ടത്, അവർക്കറിയില്ലായിരുന്നു. എന്നാൽ അത് ദൈവം സമയാസമയങ്ങളിൽ അതാത് സമയത്ത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. തൻ്റെ ഹിതം, ഈ യാത്രയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം അവരെ അറിയിച്ചുകൊണ്ടിരുന്നു. നാം 13-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ഹിതം വളരെ സ്പഷ്ടമായിട്ടുള്ളതായിരുന്നു, വളരെ തുടർച്ചയായിട്ടുള്ള അറിയിപ്പായിരുന്നു. ദൈവം അവരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയും തൻ്റെ കൂടെയുള്ള ആളുകളെയും സഹോദരന്മാരെയും സുവിശേഷ യാത്ര അവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം വ്യക്തമായിട്ട് അവരെ നടത്തിയതായിട്ടും തൻ്റെ ഹിതം അറിയിച്ചതായിട്ടും നമുക്ക് തെളിവുകൾ കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഹിതം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കണം, അവരെല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ദൈവം സകല മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അത് ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്, എല്ലാവരെക്കുറിച്ചും വെളിപ്പെടുത്തിയ കാര്യമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം 18-ഉം വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടം. അതെല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടമാണ്. അതുപോലെ തന്നെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് നാം വായിക്കുന്നു. ഇത് എല്ലാവരെക്കുറിച്ചുമുള്ള ഇഷ്ടമാണ്. അതിനി പ്രത്യേകിച്ച് ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മുടെ കയ്യിൽ ദൈവം എഴുതി തന്നിട്ടുണ്ട്. എന്നാൽ നാം ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുമ്പോൾ, ശരിയെന്ന് തോന്നുന്ന പല മാർഗങ്ങളിൽ ഒരു മാർഗം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ഈ പല മാർഗങ്ങളിൽ ഏതായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം? അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള വിഷയങ്ങളിലൊന്നും നാം ദൈവഹിതം പിന്നീട് ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളത് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ദൈവഹിതമാണ്. കഷ്ടതയിലും സന്തോഷിക്കണം എന്നുള്ളത് എല്ലാ വിശ്വാസികളെക്കുറിച്ചും ദൈവഹിതമാണ്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എനിക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ അങ്ങയുടെ ഇഷ്ടം എന്താണ്,
അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന പല മാർഗങ്ങൾ എൻ്റെ മുമ്പിൽ ഞാൻ കാണുമ്പോൾ ഇതിലേതായിരിക്കും ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള മാർഗം? അത് ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് കുറുക്കു വഴികൾ ഒന്നുമില്ല. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ കുറുക്കു വഴികൾ ഒന്നുമില്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, എന്നാൽ അതിന് നിബന്ധനകളുണ്ട്. 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന ആഴമായ ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം മാത്രം നടന്നാൽ മതി. ആ ദൈവഹിതം എന്തു തന്നെ ആയാലും പ്രശ്നമില്ല. ദൈവഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. എൻ്റെ ആത്യന്തികമായ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം അതാണ്. സങ്കീർത്തനം 25-ാം അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അതൊരു ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് എന്നും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല. ഉദാഹരണമായിട്ട് വിവാഹം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവമേ അങ്ങ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ വിഷയത്തിൽ അങ്ങയുടെ ഹിതമെന്താണ്? അത് വിവാഹം എന്നുള്ള വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ബാധകമാകുന്ന ഒരു പ്രമാണമാണിത്. ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം നടന്നാൽ മതി. ആ ഹിതം എനിക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ആ ഹിതം എനിക്ക് സന്തോഷം തന്നാലും ഇല്ലെങ്കിലും അത് മാത്രം നടന്നാൽ മതി. കാരണം ദൈവഹിതത്തിലാണ് ഞാൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത്. അപ്പോൾ ഈ ആഗ്രഹം ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. നാം ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുക. അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം, അത് മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ജീവിതത്തിനൊരു പ്രമാണമുണ്ട്. അവരുടെ പ്രമാണം സ്വന്തം നേട്ടം, സ്വന്തം നന്മ, സ്വന്തം ഇഷ്ടം, സ്വന്തം പേര്, ഇതൊക്കെയാണ് രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണങ്ങൾ. പൗലോസ് പറയുന്നത്, അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇതിന് നിങ്ങൾ അനുരൂപപ്പെടരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന് ഇഷ്ടമാകുമോ? ദൈവം എന്താണ് പറയുന്നത്? ഇതായിരിക്കണം നമ്മുടെ ചിന്ത, നമ്മുടെ ലക്ഷ്യം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ഈ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉപമ ഒരു പിതാവിൻ്റെ 2 പുത്രന്മാരെ കുറിച്ചാണ്. അതിൽ ഇളയ പുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്ന് പിതാവിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, പിതാവേ ഈ വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് അത് ഭാഗിച്ച് എനിക്ക് തരണം. ഇത് പുത്രൻ അപ്പനോട്, മകൻ അപ്പനോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം, ഇവിടെ പിതാവിൻ്റെ ഇഷ്ടം ഒരിക്കലും അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഈ വിഷയത്തിൽ പിതാവെ അങ്ങ് എന്ത് പറയുന്നു? അങ്ങയുടെ ഇഷ്ടം എന്താണ്? അങ്ങക്ക് എന്താണ് തോന്നുന്നത്? ഇതൊന്നും ഈ മകന് വിഷയമല്ല. അപ്പന് എന്തു തോന്നും എന്ന് മകന് വിഷയമല്ല. വേദന എടുക്കുമോ, ദുഃഖമുണ്ടാകുമോ, അതൊന്നും പുത്രന് ലക്ഷ്യമല്ല, വിഷയമല്ല. പുത്രന് എൻ്റെ ഇഷ്ടം നടക്കണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും തൻ്റെ ഹിതം അറിയിക്കില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് എൻ്റെ മനസ്സിലുണ്ടാകേണ്ടത്, എൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്, ദൈവമേ അങ്ങയുടെ ഇഷ്ടം മാത്രം മതി, അങ്ങയുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മത്തായി 6-ാം അധ്യായത്തിൽ കർത്താവ് 33-ാം വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗവൺമെൻറ്, ദൈവത്തിൻ്റെ അധികാരം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കണം.
ആ ആ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എന്ന് പറഞ്ഞാൽ, പിതാവേ, നിന്റെ നാമത്തിന് അപമാനം വരുന്നതൊന്നും എനിക്ക് വേണ്ട. നിന്റെ നാമത്തിന് അപമാനം വരുന്നതൊന്നും എനിക്ക് വേണ്ട. പിന്നെ പറഞ്ഞു, നിന്റെ രാജ്യം വരണമേ. എന്ന് പറഞ്ഞാൽ, പിതാവേ, അങ്ങ് എന്നെ ഭരിക്കണം. അവിടുത്തെ വചനത്താലും അവിടുത്തെ ആത്മാവിനാലും അങ്ങ് എന്നെ ഭരിക്കണം. പിന്നെ പറഞ്ഞു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അഥവാ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിൽ നിറവേറ്റപ്പെടണമേ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ബദലായിട്ട് വേറൊരു ഇഷ്ടമില്ല. സ്വർഗത്തിൽ ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. എന്നാൽ ഭൂമിയിൽ അങ്ങനെയല്ല. ഭൂമിയിൽ എനിക്കൊരു ഇഷ്ടമുണ്ട്, ലോകത്തിനൊരു ഇഷ്ടമുണ്ട്, സാത്താനൊരു ഇഷ്ടമുണ്ട്, അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ഇഷ്ടവുമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണമെങ്കിൽ ഞാൻ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടത്തെ വഴിയിൽ നിന്ന് മാറ്റണം, എൻ്റെ ഇഷ്ടത്തെ നീക്കിക്കളയണം. കർത്താവായ യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ നമ്മെ പഠിപ്പിച്ച ഒരു വലിയ സത്യമാണിത്. പിതാവേ, ഈ പാനപാത്രം കുടിക്കുക എന്നുള്ളത് വളരെ വേദനയുള്ള കാര്യമാണ്. ഇത് കയ്പുള്ള പാനപാത്രമാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. കാരണം നിന്റെ ഇഷ്ടത്തിൽ കയ്പാണെങ്കിൽ കൂടി നിന്റെ ഇഷ്ടത്തിലായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും അഭികാമ്യം, എനിക്ക് ഏറ്റവും സുരക്ഷിതത്വം. ഒന്നാമതായിട്ട് ഇതെൻ്റെ ആത്യന്തികമായ ആഗ്രഹമായിരിക്കണം, പ്രാർത്ഥനയായിരിക്കണം. നമുക്കറിയാം, പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടം നിറവേറ്റപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നാം ദൈവത്തോട് അറിയിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു ഒപ്പും ദൈവത്തിൻ്റെ അംഗീകാരവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, അങ്ങനെയാണ് നാം പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല. ഭക്തന്മാരായി ജീവിപ്പാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ വിവാഹത്തോടുള്ള ബന്ധത്തിലും ജോലിയോടുള്ള ബന്ധത്തിലും ഒക്കെ ദൈവത്തിന് ഇഷ്ടമറിയാൻ ആഗ്രഹമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ ഇഷ്ടമില്ല, ഭക്തനായിട്ട് ജീവിപ്പാൻ ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് ദൈവഹിതം അറിയണം. അങ്ങനെ ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുകയില്ല. രണ്ടാമതായി, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനവുമായി നമുക്ക് ഹൃദ്യമായ ഒരു ബന്ധം വേണം. രണ്ടാമതായി എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ മൂല്യം അല്ലെങ്കിൽ പ്രാധാന്യത കുറവാണ് എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാം ഒരുപോലെ പ്രാധാന്യതയുള്ളതാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞാൽ, വേദപുസ്തകം എനിക്ക് വഴികാട്ടിയാണ്. വേദപുസ്തകം എനിക്ക് വഴികാട്ടി ആകണമെങ്കിൽ വേദപുസ്തകവുമായി എനിക്ക് ഹൃദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ഹൃദ്യമായ ബന്ധം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വായന മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ഒരു അധ്യയനം മാത്രമല്ല. വേദപുസ്തകത്തിൻ്റെ പ്രമാണങ്ങളായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് വിപരീതമായിട്ടായിരിക്കില്ല ഒരിക്കലും ദൈവഹിതം. ഒരു കാരണവശാലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലും. ഉദാഹരണമായിട്ട്, ഒരു വിശ്വാസി ഞാനൊരു അവിശ്വാസിയെ വിവാഹം കഴിച്ചോട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവം വെളിപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രമാണങ്ങൾക്കെതിരായിട്ട് ഒരിക്കലും ദൈവം അനുവാദം തരികയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. ഞാൻ പറഞ്ഞത്, വേദപുസ്തകവുമായി ഹൃദ്യത പുലർത്തുന്ന ഒരാൾക്ക് ഈ പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവിശ്വാസിയെ വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കാനും പാടില്ല, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ചിലർ ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് കണ്ണടച്ച് വേദപുസ്തകം തുറക്കുന്നു, ആദ്യം കണ്ട വാക്യം വായിക്കുന്നു, അങ്ങനെ വായിച്ച് ദൈവഹിതം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അത് അബദ്ധമാണ്, അത് ദൈവികമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ദൈവം അങ്ങനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച കുറുക്കുവഴിയാണ്. ദൈവഹിതം കണ്ടെത്തുവാൻ കുറുക്കുവഴിയില്ല. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു വാക്യത്തെക്കാൾ ഈ പുസ്തകത്തിലെ പ്രമാണങ്ങളാണ്
നമ്മെ നയിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വാക്യത്തെക്കാൾ ഉപരി ഈ പുസ്തകത്തിലെ പ്രമാണങ്ങളാണ് നമ്മെ നയിക്കേണ്ടത്. മൂന്നാമതായി, ദൈവഹിതം കണ്ടെത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ആവശ്യമാണ്. പൗലോസിനെ നടത്തിയ ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് ഓർപ്പിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള നിർബന്ധം, മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിൽ നിന്നുള്ള വിലക്ക്, ഇതൊക്കെ ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും പെട്ടെന്ന് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല. മറിച്ച് നാളുകളായി ദൈവ നടത്തിപ്പിനായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും തിരുവഴുത്തുമായി ഹൃദ്യത പുലർത്തിയും വന്ന അഭ്യസനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും പരിണിത ഫലമാണിത്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. എനിക്ക് ദൈവവചനവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാറില്ല, എനിക്ക് ദൈവമക്കളുമായി കൂട്ടായ്മയില്ല, പക്ഷെ പെട്ടെന്നൊരിക്കൽ എനിക്ക് ദൈവഹിതം അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും തൻ്റെ ഹിതം അറിയിക്കുകയില്ല. അതുകൊണ്ട് പാപമാണ് എന്ന അറിവുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. കാരണം പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നടത്തുകയില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അവ്യക്തമായ കാര്യങ്ങൾ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ വ്യക്തത ലഭിക്കുന്നത് വരെ പ്രാർത്ഥനയോടുകൂടി അതിനായിട്ട് കാത്തിരിക്കുക. മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാലാമതായി, ഭക്തന്മാരായ വിശ്വാസികളുടെ പ്രാർത്ഥനയും ആലോചനയും തേടുക. ഭക്തന്മാരായ വിശ്വാസികളോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ഈ വിഷയത്തിൽ അവർ തരുന്ന ആലോചന നിശ്ചയമായിട്ടും അത് വലിയൊരു സഹായമായിരിക്കും. മാത്രമല്ല, ഭക്തന്മാരെ ദൈവം നടത്തിയ, തൻ്റെ ഹിതം അറിയിച്ച് അവരെ നടത്തിയ വിധങ്ങളും രീതികളും ഒക്കെ നമുക്ക് വേദപുസ്തക ചരിത്രത്തിലും മറ്റ് ഭക്തന്മാരുടെ ജീവചരിത്രങ്ങളിലൂടെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവഹിതം കണ്ടെത്തുന്നതിന് കുറുക്കു വഴികൾ ഇല്ല. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒന്നാമത്തെ ആഗ്രഹം അവൻ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ ആഗ്രഹം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. നാം എല്ലാവരും പാപികളാകിയാൽ നരകമാണ് നമ്മുടെ അന്ത്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നരകത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാനായിട്ട് ലോകത്തിൽ വന്നു, ക്രൂശിൽ മരിച്ചു, നമുക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ, പിതാവേ, കർത്താവേ, ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് എനിക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ജീവിതത്തിൻ്റെ നായകനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞാൽ, സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഹിതം നിങ്ങളിൽ നിറവേറ്റപ്പെടും. പിന്നീട് ദൈവം തൻ്റെ വഴികൾ, തൻ്റെ ഹിതം നിങ്ങളെ അറിയിച്ച് തൻ്റെ വഴികളിൽ അവൻ നമ്മെ നയിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.